ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് ഇടയിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് കാണാം. എപ്പോഴും സ്കിറ്റായാൽ അതും ശരിയാവില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അടുക്കള കാര്യങ്ങളായിക്കോട്ടെ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതാ രാവിലെ തന്നെ പതിവ് പോലെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് എത്തി. അപ്പോൾ ഇന്ന് നൂലപ്പം ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടി കുഴക്കുമ്പോൾ എന്താ വെച്ചാൽ വെള്ളം ചൂട് കൂടാൻ പാടില്ല. ചൂട് കൂടിയാൽ നമുക്ക് പണി കിട്ടും. കാരണം അത് പിന്നെ ഈ നൂൽപുട്ടിൻ്റെ അതിലിട്ട് കാണുന്ന് റെഡിയാക്കി കാണുന്നേ നമുക്ക് തിരിച്ചാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ എന്താ കാട്ടിൽ വെച്ചാൽ നമ്മളെ വെള്ളം വച്ച വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ചെറിയൊരു ചൂട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആവി ഇങ്ങനെ വരുമല്ലോ, ആ സമയത്ത് തന്നെ ഞാൻ പൊടിക്കണം പറഞ്ഞിട്ടാണ് കുഴക്കൂട്ടോ. എന്നാൽ പിന്നെ നമുക്കല്ല ഈസി ആയിട്ട് തിരിച്ചാൻ കഴിയും. നൂൽപുട്ടും തന്നെ നല്ല ഉഷാറായി കരട്ടോ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. വെള്ളം ഏറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയായി കരം. പിന്നെ അതുകൊണ്ട് ഇങ്ങോട്ട് മാനം കേട്ടും. കാരണം അതിങ്ങോട്ട് കഴിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അടങ്ങാറാവും നമ്മൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും പിടിയാണ്ടാവില്ലേ. ഞാൻ കാണുന്നത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ പിന്നെ എന്തൊക്കെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. പിന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ മാഷാഅല്ലാഹ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സപ്പോർട്ട് ഉണ്ട് കേട്ടോ. കാരണം വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇട്ടാലും ആർക്കും കാണണ്ട. അങ്ങനത്തതൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്കിറ്റ് മാതിരിയുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എല്ലാവർക്കും കാണണം. ഇങ്ങനത്തെ ഒന്നും ആർക്കും കാണാൻ വലിയ താല്പര്യമില്ല. അതാണ് സംഗതി. അപ്പോൾ അതാണ് നമ്മൾ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഓയിലിങ്ങനെ പാത്രത്തിലാക്കി കൊടുക്കും. എന്നുണ്ടെന്നോ പെട്ടെന്നാണ് കിട്ടിക്കോളേ. കുറച്ച് തേങ്ങ ഇട്ടാലും മതി. ചിലപ്പോഴൊക്കെ ഞാൻ തേങ്ങ ഇടും കേട്ടോ. പക്ഷേ എങ്കിൽ ഇവിടെ തേങ്ങ ഇട്ടാലും വലിയൊരു ഇഷ്ടമല്ല കുട്ടിയാക്കൊന്നും. ഓൾക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ തേങ്ങ പിന്നെ ചിരണ്ടിക്കാണ്ട് അപ്പയിക്കൊന്നാണ് ഇടുക എന്നല്ലാതെ ഇങ്ങനെ ഉണ്ടല്ലേ നമ്മൾ ആവിയിൽ വേവിച്ച് കണ്ടിട്ട് തേങ്ങ ഇടല്ലേ, അത് വലിയൊരു ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ റെഡിയായി വെച്ചോണു. അപ്പം ഇനി ഒന്ന് മുറ്റടിച്ച് തരാനും വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുറ്റം കുറച്ച് ദിവസം ഇങ്ങനെ മഴ ആയതുകൊണ്ടേ കൃത്യമായൊന്നും മുറ്റത്തേക്ക് ചൂലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലോണം പുല്ലൊക്കെ മുളച്ചുകൂടെ മുറ്റത്തിട്ടോ. പക്ഷെ അതൊന്നും എല്ലാ പണിയും കഴിഞ്ഞാണ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനെ പിന്നെ ഇപ്പം മഴയല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ കിടക്കുകയാണത്. അപ്പോൾ ഇങ്ങനെ പോയപ്പോഴാണ് ഞാനേ തലേന്ന് രാത്രി ഇങ്ങനെ ഞാൻ തെങ്ങുമെന്ന് തേങ്ങ ഉണൊരു സൗണ്ട് കേട്ടിനു. അപ്പോൾ അതൊന്ന് പോയോക്കട്ടെ എന്ന് കരുതി. കാരണം തേങ്ങക്കൊക്കെ ആണ് വല്ലാത്തൊരു വീര്യാണ് ഇപ്പോൾ. അപ്പോൾ അത് പോയി കാണാൻ എടുത്തോണ്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ മറക്കും, കാടായതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ അവിടെ കിടക്കലേ കാരം. അതിന് വേണ്ടി ഇങ്ങനെ പോയതാണ് കേട്ടോ. തൊടുവിലൊക്കെ നിറച്ച് കാടാണ്. ഈ മറ്റേ ഇല ഉണ്ടല്ലോ, എന്താ പറയുക, തുകക്കൊടിച്ചി എന്നൊക്കെ പറയാം. അല്ല, തുകക്കൊടിച്ചല്ലേ, കഞ്ഞിത്തുകന്ന്. നമ്മൾ താളിക്കാനൊക്കെ പറ്റും, കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുമല്ലേ അത്. അപ്പോൾ അത് എടുക്കുമ്പോൾ കുറച്ച് കരുതണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ നമുക്ക് തേങ്ങയൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് തേങ്ങ ഇടുന്നിടത്ത് കൊണ്ടുപോയിടുകയാണ് കേട്ടോ. അപ്പോൾ മുറ്റത്തിൻ്റെ അവസ്ഥകളോട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ മുറ്റൊന്നും വല്ലാതെ കാണാതിരിക്കുക നല്ലത്. അത്രയും കഷ്ടത്തിലാണ് മുറ്റം. അതൊക്കെ ഞങ്ങൾ മൂച്ചിൻ്റെ ഇല കൊഴിഞ്ഞടിക്കാണ്ട് ഇത് അടിച്ചേരിയാലും കിട്ടൂല. ഇങ്ങോട്ട് വെള്ളത്തിൽ ഇങ്ങോട്ട് കൈ കട്ടണം. ഒന്നുകൊണ്ട് വെയിലരച്ചണം. എന്നാൽ പിന്നെ പെട്ടെന്ന് ഒന്നുകൂടെ മുറ്റം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഒന്ന് മുറ്റൊക്കെ അടിച്ച് വാരിയിടുകയാണ്. പിന്നെ അതേപോലെ അകത്ത് കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇന്ന് ഞങ്ങളെ എളാപ്പാൻ്റെ വൈഫ് കഴിഞ്ഞ ബുധനാഴ്ച മരിച്ചു. അപ്പോൾ ഒലയായാണ് കേട്ടെന്ന്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പണിയൊക്കെ കഴിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചായ അടിച്ചാൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുറ്റടിച്ചതിൽ കഴിയട്ടെ എന്നിട്ടാണ് ചായ അടിച്ചാനെന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചായ കുടിച്ച് കഴിയുന്നതിൻ്റെ മുന്നേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാലേ അതൊരിതാണ്. ചായയുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കളയിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും. അപ്പം അങ്ങനെയും തന്നെ മുറ്റടിച്ച് വരാനൊക്കെ ഒന്നുകൊണ്ട് വൈകൂട്ടോ. അപ്പോൾ അതാ പണിയൊക്കെ കഴിഞ്ഞ് ചാടിച്ചാൻ പക്കടുകയാണ്. തേങ്ങ ഉണ്ട്, പിന്നെ തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാൽ കുറച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. കാരണം സെനുട്ടനെ കണ്ടാലും ഒക്കെ മുക്കിപ്പോരും. അതാണ് അവൻ്റെ പരിപാടി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ